തങ്ങളുടെ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന UDF ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളുമായി വോട്ടിന് വേണ്ടി കൂട്ടിയേരുന്നു എന്നുള്ളതാണ്. അല്ല, ഞാൻ അതിനെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഒരു പാർട്ടിയുമായിട്ടും ഒരു വർഗീയ സംഘടനയുമായിട്ടും ചങ്ങാത്തത്തിലേർപ്പെട്ട് അവരുമായി മുന്നണി ഉണ്ടാക്കി അവരുടെ വോട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഒരു വിട്ടുവീഴ്ചകളും തയ്യാറാകുന്നത് ഞങ്ങളുടെ ദേശീയ പാർട്ടിയാണ്. ഞങ്ങൾക്ക് ദേശീയമായ ലൈൻ ഉണ്ടാക്കരുത്. ആ ലൈനകത്ത് വർഗീയത അവതരിപ്പിക്കുകയും അതിനോട് നിൽക്കുകയും ചെയ്യുന്ന ഏത് പാർട്ടികളുമായിട്ടും നമ്മുടെ സംവാദ പരിപാടി ആരംഭിക്കുകയാണ്. തുടക്കത്തിൽ എനിക്ക് ക്ഷമ പറയാറുണ്ട്. എൻ്റെ തൊണ്ട അത്ര ശരിയല്ല, ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ശബ്ദശിക്ഷണം ആദ്യം ഉണ്ടാവും, പിന്നെ ഞാൻ മാനേജ് ചെയ്തോളാം. പിന്നെ വേണമുള്ളപ്പോൾ എനിക്കത് ശ്രമിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ഈ സംവാദം വളരെ ഫലപ്രദവും മനോഹരമാക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. വേണുവിനെ പറ്റി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വേണമെന്ന് വിളിക്കുന്ന ക്ഷമിക്കണം, സൗഹൃദം കൊണ്ട് വിളിക്കുന്നതാണ്. അദ്ദേഹം ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തരായ 5 or 10 രാഷ്ട്രീയ നേതാക്കളുടെ ഒരാളാണ്. കാരണം അദ്ദേഹം AICC ജനറൽ സെക്രട്ടറിയാണെന്ന് പറയുമ്പോൾ തന്നെ സംഘടനയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും സംഘടനാ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അവിടുത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുക, ഏകോപിപ്പിക്കുക, ഇങ്ങനെയുള്ള വലിയ ജോലി നിർവഹിക്കുന്ന ഒരു നേതാവാണ്. എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മയും എൻ്റെ ചരിത്രബോധവും ശരിയാണെങ്കിൽ KP മാധവനാർക്ക് ശേഷം ഇതുപോലെ വലിയ ഉത്തരവാദിത്തം അഖിലേന്ത്യാ തലത്തിൽ നിർവഹിച്ച മറ്റൊരു കോൺഗ്രസ് നേതാവ് ഉണ്ടാവണമെന്നില്ല. അദ്ദേഹം വന്ന് AICCയുടെ ഒറ്റ ജനറൽ സെക്രട്ടറിയാണ്. പിന്നീടാണ് ധാരാളം ജനറൽ സെക്രട്ടറിമാർ വരുന്നത്. അങ്ങനെ വളരെ ശക്തമായ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ ശക്തമായ ഒരു പദവിയിൽ ആരെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം നല്ലൊരു വോളിബോൾ കളിക്കാരനായിരുന്നു. അത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം എന്നെനിക്ക് അറിയില്ല. അദ്ദേഹം കണ്ണൂർ ജില്ലാ ജൂനിയർ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. അതുപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാലയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. പിന്നീടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. വേണു, ആദ്യം അങ്ങയുടെ ഈ വോളിബോൾ രംഗത്തെ പരിചയം അത് സൂചിപ്പിച്ചുകൊണ്ടൊരു ചോദ്യം. അതായത് ഈ വോളിബോൾ എന്ന് പറയുന്നത് ഞാനും കോളേജ് തലത്തിലൊക്കെ കളിച്ചിട്ടുള്ളതാണ്. എൻ്റെ കാലഘട്ടത്തിൽ ജിമ്മി ജോർജ് ഒക്കെ ആയിരുന്നു യൂണിവേഴ്സിറ്റി ടീമിലുണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്നും അതിന് മുകളിലേക്ക് കിടക്കാൻ പറ്റുമായിരുന്നില്ല. ഈ വോളിബോൾ രാഷ്ട്രീയം പോലെ, അതായത് ഒരു കളത്തിൽ നിന്ന് അതിശക്തമായ ഒരു അറ്റാക്ക്, ഒരു സർവീസ്. പണ്ടത്തെ പോലെയല്ല, സർവീസ് ഇപ്പോൾ വലിയ ഹാർഡ് സർവീസുകളാണ്, ഹിറ്റ് ചെയ്തുകൊണ്ടുള്ള സർവീസുകളാണ്. അത് നമ്മൾ സ്വീകരിക്കുന്നു, അത് നമ്മുടെ നിയന്ത്രണത്തിലാക്കുന്നു. അതിനുശേഷം ആ പന്തിനെ ഒരു കൗണ്ടർ അറ്റാക്കിനെ നമ്മൾ പാകപ്പെടുത്തുന്നു, ലിഫ്റ്റ് ഉയർത്തി കൊടുക്കുന്നു. അപ്പോൾ അറ്റാക്ക് ആ പന്ത് അറ്റാക്ക് ചെയ്ത് എതിർ നിലയിലേക്ക്. ഈ ഒരു മത്സരം ഇതൊരു തരം ഒരു വാർ ഗെയിം പോലെയാണ് വാസ്തവത്തിൽ നമുക്ക് വോളിബോളിനെ കാണുന്നത്. താങ്കൾ ഒരു അറ്റാക്കറിനെതിരായിരിക്കണം കളിച്ചിരുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. അറ്റാക്കർ പൊസിഷനിലായിരുന്നു. 2 അറ്റാക്കറായിട്ടും സെറ്ററായിട്ടും ഓപ്പണറും ഡിഫൻഡറുമായിട്ട് കളിച്ച ഒരാളായിരുന്നു. അപ്പോൾ താങ്കൾക്ക് ഒരു പരിചയം രാഷ്ട്രീയത്തിൽ, ഞാൻ പറഞ്ഞാൽ ഇതൊരു വാർ ഗെയിമാണ്. ഫുട്ബോളിനേക്കാൾ വ്യത്യസ്തമായിട്ട് 2 ടീമുകൾ അപ്പുറം ഇപ്പുറം നിന്നുകൊണ്ട് നടത്തുന്ന ഒരു വാർ. അത് എത്രത്തോളം അങ്ങേക്ക് സഹായകരമായിട്ടുണ്ട്? താങ്കളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അന്നത്തെ കാലത്ത് സർവീസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് മേക്കിംഗ് എഫേർട്ടായിരുന്നു. അപ്പോൾ ഒരു പോയിന്റ് കിട്ടാൻ അത് ലൈറ്റായിട്ട് സർവീസ് ചെയ്യാൻ ഹാർഡായിട്ട്, ഇന്നിപ്പം ഹാർഡ് സർവീസ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് നമ്മൾ വരുന്ന സർവീസ് കൃത്യമായിട്ട് അത് സ്വീകരിച്ച് അതിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുപോകാമെന്നുള്ളതാണ് പരിചയമുണ്ടാകും. ആക്രമണങ്ങൾ വരുമല്ലോ എതിരാളികളിൽ നിന്നും. ആ എതിരാളികളിൽ വരുന്ന ആക്രമണങ്ങളെ നന്നായി സ്വീകരിച്ച് അവർക്കെതിരായിട്ടുള്ള ആയുധമാക്കി മാറ്റുക എന്നുള്ളതാണ്. അവരെ വീഴ്ത്താനുള്ള ആയുധമാക്കി ഇതിന് മാറ്റിയെടുക്കുക എന്നതാണ് ഒരു ശൈലിയായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത്. വോളിബോളിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജം അതിനെ സഹായിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കൃത്യമായിട്ട് ഞാൻ പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ശാസ്ത്രമാണ് പഠിച്ചതല്ലേ, മാത്തമാറ്റിക്സ് ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും. എനിക്ക് തോന്നുന്നു അങ്ങനെ ഗണിതശാസ്ത്രം പഠിച്ച ഒത്തിരി രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സയൻസോ അല്ലെങ്കിൽ ചരിത്രം, എക്കണോമിക്സ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ കണക്കുകൂട്ടലുകളും അങ്ങയുടെ രാഷ്ട്രീയ വിജയത്തിൻ്റെ പിന്നിൽ കൃത്യമായ കണക്കുകൂട്ടലുകൾ
കൊണ്ട് പറയാമല്ലോ. അല്ല, കണക്കിനോടുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് കണക്ക് പഠിക്കാൻ തീരുമാനിച്ചത്. അതും കണക്കുകൂട്ടലുകളും രാഷ്ട്രീയ കണക്കുകൂട്ടലും നമ്മൾ കൂട്ടി വായിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാലും ചെസ് കളിക്കുന്നവരാണല്ലോ രാഷ്ട്രീയം. ചെസ്സിലെ ഒരു പ്രാഗൽഭ്യം നമുക്കൊരു ഐഡിയ ഉണ്ടാക്കാൻ എളുപ്പമാണ്. മാത്തമാറ്റിക്സിൽ നമുക്കുള്ള ഒരു ഇൻട്രസ്റ്റ്, നമുക്ക് പൊളിറ്റിക്കൽ ഐഡിയാസ് ഉണ്ടാക്കിയെടുക്കാനും നമ്മൾ എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ കൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നേരത്തെ അതിനെ നമ്മൾ കൈകാര്യം ചെയ്യാനുള്ള എടുക്കാനുമുള്ള നമുക്കൊരു അതിനുള്ള ഒരു ജ്ഞാനവും അതിനുള്ള പരിചയവും നമുക്ക് കിട്ടുക. നമ്മുടെ ഇന്നത്തെ വിഷയം രാഷ്ട്രീയം, സംസ്കാരം, ഫാസിസം എന്നുള്ളതാണ്. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ചെറുപ്പക്കാരെ മുന്നിൽ കൊണ്ടുകൊണ്ടാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് 27 മുതൽ 29% വരെയുള്ള ആളുകൾ നമ്മുടെ ജെൻസി അടക്കമുണ്ട്. അതായത് 17 വയസ്സിനും 29 വയസ്സിനും ഇടയ്ക്കുള്ളവരാണ് 27% ആളുകൾ. ബാക്കി 65% പേര് 35 വയസ്സിന് വരെ പ്രായമുണ്ട്. അങ്ങനെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള ഒരു രാജ്യമാണ് ഇന്ന് വാസ്തവത്തിൽ ഇന്ത്യ. ഈ ഒരു സമൂഹം നാളെ ഇന്ത്യ വരുന്നത് അവരുടേതാണ്, യാതൊരു സംശയമില്ല. ഈ തലമുറ നമുക്കറിയാം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചോ ആ പ്രസ്ഥാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യ കടന്നു വന്ന വഴികളെക്കുറിച്ചും വലിയ ബോധമുള്ളവരാകണമെന്നില്ല. ആ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ രാഷ്ട്രീയം, ഇന്ത്യൻ സംസ്കാരം ഒന്നാണ്. ആദ്യമായി ചോദിക്കുന്നത് ഇന്ത്യയെ ഇന്നത്തെ രാഷ്ട്രീയ ചിത്രം, പൊതു ചിത്രത്തെക്കുറിച്ച് എനിക്ക് എന്താണ് പറയാം? താങ്കൾ പറഞ്ഞ പോയിന്റ് വളരെ വാലിഡായിട്ടൊരു പോയിന്റ്. സ്വാതന്ത്ര്യപൂർവമായിട്ടുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ സമരങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങൾ, അതുകൊണ്ടാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ സമരം. അപ്പം അതിന് എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്കെല്ലാം കാരണഭൂതമായിട്ടുള്ള വലിയ ഫ്രീഡം മൂവ്മെൻറ്റ്, ഈ പറയുന്ന താങ്കൾ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു 60% തലമുറയ്ക്ക് പരിചയമായിട്ടുള്ള കാര്യം. അവരെ പരിചയപ്പെടുത്തേണ്ടിയിരുന്നത് ചരിത്രം പഠിപ്പിക്കുന്നതിലൂടെയായിരുന്നു, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ആവർത്തിക്കുന്നതിലൂടെയായിരുന്നു. പക്ഷേ ഇന്നത്തെ ഭരണാധികാരികളുടെ മുഖ്യമായിട്ടുള്ള ഒരു അജണ്ട തന്നെ ആ ചരിത്രം പഠിപ്പിക്കാതിരിക്കാൻ എങ്ങനെ പറ്റുമെന്നുള്ളതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രമോ ആ പഴയ കാലഘട്ടമോ പഠിപ്പിക്കാത്ത ഒരു തലമുറയെ ഉണ്ടാക്കിയെടുക്കുക, അവരറിയാതെ പോലും ആ ചരിത്രം പഠിക്കാൻ പാടില്ല എന്ന് വെക്കുക. ഇതാണ് ഇന്നത്തെ ഒരു ഭരണകൂടത്തിൻ്റെ അജണ്ടയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് പാഠപുസ്തകങ്ങളിലൂടെയുള്ള നമുക്ക് കാണാൻ പറ്റും, അല്ലാതെയും കാണാൻ പറ്റും. താങ്കൾ ചോദിച്ച ചോദ്യം ഇന്നത്തെ യഥാർത്ഥ ഇന്ത്യയുടെ ചിത്രം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ ഭയപ്പെടുന്ന ചിത്രമാണ്. നമ്മളെ ഭയപ്പെടുന്ന മാത്രമല്ല, ഇന്ന് രാജ്യത്തുള്ള ജനങ്ങളെ മുഴുവൻ ഭയപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഒരു തീർത്തും നമ്മളെ അനുസ്മരിപ്പിക്കുന്നത് ഒരു ഏകാധിപത്യ ഭരണത്തിൻ്റെ സ്വഭാവത്തിൽ തന്നെയാണ് ഇന്ത്യയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത നാനാത്വമാണ്. ഭാഷ കൊണ്ട്, ജാതി കൊണ്ട്, മതം കൊണ്ട്, എന്തിനേയും വ്യത്യസ്തമായിട്ടുള്ള മറ്റെല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതുപോലെ വൈവിധ്യമുള്ള ഒരു രാജ്യം പറയും. ഈ വൈവിധ്യമുള്ള രാജ്യത്തെയെല്ലാം ഒറ്റക്കെട്ടായി നയിക്കുന്നതിൻ്റെ ഒരു കേന്ദ്രബിന്ദു നമ്മുടെ ഭരണഘടനയാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ക്ലിയർ ഡിസൈനാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷെ ആ കോൺസ്റ്റിറ്റ്യൂഷനെ പോലും മാറ്റിമറിക്കപ്പെടുന്ന കാര്യങ്ങളാണ് ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത്. അല്ലെങ്കിലും ഈ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഓരോ ദിവസവും ഭരണാധികാരികളെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു. തീർച്ചയായിട്ടും ഭരണഘടനയുടെ അടിസ്ഥാനപരമായ തത്വങ്ങൾ ലംഘിക്കപ്പെടുന്ന ഒരു കാലത്ത് ആ ലംഘിക്കപ്പെടുന്നതിന് ഭരണകൂടം തന്നെ നേതൃത്വം കൊടുക്കുമ്പോൾ അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു ജനാധിപത്യ വിശ്വാസികളുടെ കടമ. ഞങ്ങളെല്ലാം ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുന്നതും അത് തന്നെയാണ്. വർത്തമാനകാല ഇന്ത്യയുടെ ചിത്രം എന്ന് പറയുന്നത് ആ രീതിയിൽ ഒരു വിഭാഗീയത സൃഷ്ടിച്ച് ജനങ്ങളുടെ ഇടയിൽ പരസ്പരം വൈര്യവും അതുപോലെ വിദ്വേഷവും ജനിപ്പിച്ച് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം നേടുക. ഗവേണൻസിലൂടെ അവർക്ക് വേണ്ടുന്ന അവരുടെ യഥാർത്ഥമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കി രാജ്യത്ത് തൊഴിലില്ലായ്മ. താങ്കൾ ജൻസിയുടെ കാര്യം പറഞ്ഞു. എന്താണ് ജൻസി നേടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി? നമ്മുടെ കേരളത്തിലടക്കം എത്രയോ കുട്ടികൾ നമ്മുടെ ക്ഷണിച്ചാലറിയാം, എത്രയോ വീടുകളിൽ നിന്ന് അനാഥമാണ്, മക്കളില്ല, മക്കളെല്ലാം വിദേശത്താണ്.
അവരെന്താ, അവർക്ക് ഭാവിയിലേക്ക് ജോലിയില്ല, ജോലി കിട്ടിയാൽ ആകർഷകമായിട്ടുള്ള ശമ്പളമില്ല. ഈ തലമുറയുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയെക്കുറിച്ച് പറയാൻ സർക്കാർ താല്പര്യമില്ല. അതുപോലെ തന്നെ ഈ നാട്ടിലെ നിരവധിയായിട്ടുള്ള മറ്റു പ്രശ്നങ്ങളുണ്ട്, വിലക്കയറ്റം ഉൾപ്പെടെയുള്ള മറ്റു പ്രശ്നങ്ങളുണ്ട്, കൃഷിക്കാരുടെ പ്രയാസങ്ങളുണ്ട്, സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇതല്ല പ്രശ്നം. നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ മതമാണ്, നിങ്ങളുടെ പ്രശ്നം മറ്റേ മതത്തോട് നിങ്ങൾ എതിർക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് രാജ്യത്തെ ജനങ്ങൾ അവനെ നിങ്ങൾ എതിർക്കേണ്ടത്, ഈ ഒരാള് നിങ്ങൾ എതിർക്കപ്പെടേണ്ട കൂട്ടത്തിലുള്ളതാകണം എന്ന് കണ്ട് അയാളെ ശത്രുപക്ഷത്ത് നിർത്തി നിങ്ങളെ ഇപ്പുറത്ത് നിർത്തി ശരിയാക്കി നിർത്തുക എന്ന് പറയുന്നതാണ് ഗവേണൻസ് എന്ന് പഠിപ്പിക്കുന്ന ഒരു കാലത്താണ് ഇന്ത്യ നിൽക്കുന്നത്. ഭരണാധികാരികൾ പഠിപ്പിക്കുന്നത് സമൂഹത്തെ ഭിന്നിപ്പിക്കുക, അത് തന്നെയാണ്. നമുക്ക് കഴിഞ്ഞ കാലം നോക്കുമ്പോൾ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ നമ്മൾ ഒരിക്കലും സംശയിച്ചിട്ടില്ല. നമ്മുടെ സുപ്രീം കോടതി അല്ലെങ്കിൽ ജുഡീഷ്യറി, സുപ്രീം കോടതി എന്ന് ഞാൻ പറഞ്ഞത് ജുഡീഷ്യറി, നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ, അതുപോലെയുള്ള നമ്മൾ വളരെ പാവനമായി കാണുന്ന പല ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇന്ന് അവയൊക്കെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നു. നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും പക്ഷപാതരഹിതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പോലും. അതുകൊണ്ടാണ് വോട്ട് ചോരി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ, അങ്ങയുടെ പാർട്ടിയുടെ നേതാവ് തന്നെ രാഹുൽ ഗാന്ധി തന്നെ കർണാടകയിലെ തിരിമറികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹരിയാന വോട്ട് ചോരി പോലൊരു പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ. ഇതാണ് ഞാൻ പറഞ്ഞ ജെൻസി അടക്കമുള്ള ചെറുപ്പക്കാരെ ഇന്ത്യയുടെ ഇന്നത്തെ യഥാർത്ഥ ചിത്രമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ മുഴുവൻ ജെൻസി മൂവ്മെൻറ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ അയൽ രാജ്യങ്ങളുണ്ടായിരുന്ന ജെൻസി മൂവ്മെൻറ്റുകൾ. കാരണം നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഭരണകൂടം തരാതിരിക്കുമ്പോൾ ആ ഭരണകൂടത്തെ അതിലേക്ക് നയിക്കേണ്ട, അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്നത് ഭരണകൂടത്തെ സൃഷ്ടിക്കേണ്ടത് ജനാധിപത്യത്തിലൂടെയാണ്. അതാണ് ഒരു പൗരൻ്റെ അവകാശം. വോട്ട് ചെയ്ത് സർക്കാരിനെ മാറ്റിമറിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. അത് ചെറുപ്പക്കാരൻ്റെതായാലും പ്രത്യേകിച്ച് യൂത്ത് അങ്ങനെയാണല്ലോ, ഇപ്പോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ പോരാടാൻ താല്പര്യമുള്ളവരായിരുന്നു. അപ്പോൾ അവരുടെ ആ ആയുധത്തെ പോലും നിർവീര്യമാക്കുന്ന ജനാധിപത്യ ധ്വംസനമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത്. താങ്കളിപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറഞ്ഞു. അതൊരു കഥ, ഒരു ചെറിയ ഇൻസ്റ്റൻസ് മാത്രമല്ല, നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. 1, 2, 3 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജസ്റ്റിസ് കെ എം ജോസഫിൻ്റെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി അനുസരിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാൻ ഉള്ള ഒരു ഫ്രെയിം വർക്ക് കൊടുത്ത് പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഈ വിധി സുപ്രീം കോടതി പറഞ്ഞിട്ട് മാസങ്ങൾക്കകം ഒരു നിയമമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് വരികയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അതിന് മാറ്റി പ്രധാനമന്ത്രി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, കേന്ദ്രമന്ത്രി, പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി. അവിടുത്തെ ക്ലിയർ തീരുമാനം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ശ്രദ്ധിക്കാത്തൊരു നിയമം കൊണ്ടുവന്നവർ 2023 ഡിന്നിലാണ് കൊണ്ടുവന്നത്. ഭയങ്കര ബഹളം നടക്കുന്ന സമയത്താണ് കൊണ്ടുവന്നത്. എന്താണ്? സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷണർമാർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർമാർ അവർ അധികാര പരിധി വിട്ടുകഴിഞ്ഞാലും അവർക്ക് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. അവരുടെ കാലത്തെ പ്രവർത്തനങ്ങളെ ക്രിമിനൽ കുറ്റമാക്കി മാറ്റാൻ പറ്റാത്തവണ്ണം ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന ഒരു സാധ്യത. അപ്പോൾ അവർക്കൊരു കവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പേടിക്കേണ്ട, നിങ്ങൾ ചെയ്തോളൂ, നിങ്ങളെ ആർക്കും ഒന്നും തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞു, ഞങ്ങൾ വോട്ട് ചോരിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ തെറ്റായിട്ടോ ശരിയാവട്ടെ. സാധാരണഗതി നമ്മളെന്താ കാണുന്നത്, ഇലക്ഷൻ കമ്മീഷൻ ഒരു ന്യൂട്രൽ, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തുന്ന ഒരു ഏജൻസിയാണ്. ഇത്തരം ഒരു കാര്യം രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചാൽ ആ ഉന്നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന കാര്യം എന്താണോ അതിന് മറുപടി കൊടുക്കേണ്ട പകരം ഉന്നയിക്കുന്ന ആളെ വെല്ലുവിളിച്ച് ഒരു രാഷ്ട്രീയ പ്രശ്നം നടത്താനാണ് ഇലക്ഷൻ കമ്മീഷൻ, ചീഫ് ഇലക്ഷൻ കമ്മീഷനെ ഉദ്ദേശിച്ചത്. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ നമ്മുടെ സ്റ്റേറ്റ് കാഡറായിട്ടുള്ള ഒരാളാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ടിരിക്കുന്നത്. അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ ആക്ഷൻ. ഇന്ത്യ ഒരു പൊളിറ്റിക്കൽ പാർട്ടി തെരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ എന്തെങ്കിലും സംശയം പ്രകടിപ്പിച്ചാൽ അത് ദൂരീകരിക്കുന്നതിന് പകരം അതിനെ വെല്ലുവിളിച്ചിട്ട് ഞങ്ങൾ ഇനിയും ഇത് ചെയ്യുമെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമാണ്. ഞങ്ങളെ തെളിയിച്ചു കൊടുത്തു. ഈ നടന്ന കാര്യങ്ങളിൽ തെളിയിച്ചു കൊടുത്തു. തെളിവുള്ള കാര്യങ്ങളാണ്. 232 വോട്ട് ഒരു ബൂത്തിൽ ഒരു സ്ത്രീ, കനേഡിയൻ ഒരു മോഡലിൻ്റെ സ്ത്രീ ചെയ്തു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. നിങ്ങൾ ഇതുവരെ കൺഫ്രണ്ട് ചെയ്തിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ. അപ്പം ഇത് ഇന്ത്യ രാജ്യത്തെ ബേസിക്കലായ ചോദ്യം ഇതാണ്. നമുക്കുള്ള ഏകാധികാരം, ഒരു പൗരനുള്ള അധികാരം, വോട്ട് ചെയ്യാനുള്ള അവകാശം, അതിനെ പോലും നിർവീര്യമാക്കത്തക്കവണ്ണമുള്ള ഏകാധിപത്യത്തിലേക്ക് രാജ്യത്തേക്ക് കൊണ്ടുപോകാനാണ് ഈ ഗവൺമെൻറ് ശ്രമിക്കുന്നത്. പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിനെ തിരുത്തിക്കാൻ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ എനിക്ക് സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ വോട്ട് ചോരി ഒരു വലിയ പ്രസ്ഥാനമായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു.
ബീഹാറിൽ വോട്ടധികാർ യാത്ര നടത്തി. ആ വോട്ടധികാർ യാത്രയുടെ വിജയം കണ്ടപ്പോൾ ജനങ്ങളെ മാറി ചിന്തിക്കുന്നത് വല്ലതും കരുതിയതാണ്. പക്ഷേ അവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിക്കുന്നില്ല. അവിടെയാണ് ഈ ശക്തികൾ, അതായത് ജനാധിപത്യ മൂല്യങ്ങളെ, നമ്മുടെ സംസ്കാരത്തെ, അതിനെയൊക്കെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ആളുകൾ കൂടുതൽ ഊർജം സംഭരിക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെ ഈ പരാജയത്തിൽ നിന്നല്ലേ? അല്ല, അതിന് കാരണം ഞാൻ പറയാം. ഇപ്പോൾ ഒരു സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പ് നേരിടുന്നത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലാണ്. BJPയും കോൺഗ്രസും തമ്മിൽ. ഇവിടെയാണെങ്കിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തമ്മിൽ. അതാണ് ഇലക്ഷനിൽ കാണുന്നത്. ഇപ്പോഴത്തെ ഇലക്ഷൻ അതാണോ? ഇപ്പോഴത്തെ ഇലക്ഷൻ അതല്ല. ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷൻ, CBI, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഇൻകം ടാക്സ്, ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ ഏജൻസികളെയും ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഓപ്പോസിഷനെ മാത്രം ടാർഗറ്റ് ചെയ്യാൻ ആ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബീഹാറിലെ കാര്യം അങ്ങ് പറഞ്ഞു. ബീഹാറിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കുറ്റം ഞാൻ നിങ്ങളോട് പറയാം. ആളുകൾക്ക് ആനുകൂല്യം കൊടുക്കുന്നത് തെറ്റായ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഫ്രീബിയെ കുറിച്ചുള്ള കൺസെപ്റ്റിനെ കുറിച്ച് ഞങ്ങളുടെ പാർട്ടിയും ചെയ്യാറുണ്ട്. പക്ഷെ തിരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസം മുമ്പ് 10,000 രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരികയും പോളിംഗ് ബൂത്തിൽ സർക്കാർ നിയമിച്ച ഒരു ഉദ്യോഗസ്ഥന്മാർ വന്ന് നിങ്ങൾക്ക് 10,000 രൂപ കിട്ടിയിട്ടുണ്ടോ, കിട്ടിയിട്ടില്ലെങ്കിൽ നാളെ കിട്ടും, നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിതീഷ് കുമാറിന്റെ ഗവൺമെന്റ് തുടരണമെന്ന് പറയുകയും ചെയ്യുന്നത് അനുവദിക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇത് പരാതി കൊടുത്തിട്ടും ഈ പരാതി പുല്ലുവില പോലും കൽപ്പിക്കാതെ അതിൽ കാര്യമില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും കാലം നടന്നിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം മുമ്പ് ബാങ്ക് അക്കൗണ്ടിലേക്ക് 10,000 രൂപ വരിക. പൈസ കൊടുക്കുന്നതിന് നമ്മൾ എതിരല്ല. പക്ഷേ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്. ഇത്രയേറെ ഗവൺമെന്റ് മെഷീനറി മിസ്യൂസ് ചെയ്യുന്ന, ഗവൺമെന്റ് ഏജൻസികളെ മിസ്യൂസ് ചെയ്യുന്ന ഇതിനെതിരായിട്ടൊരു മൂവ്മെന്റ് തന്നെയാണ് അനിവാര്യം. അത് ഒരു ദിവസം കൊണ്ടുണ്ടാവില്ല. ഒരു ദിവസം കൊണ്ട് ആ മൂവ്മെന്റ് തീരും. ഇവിടെ ഉറപ്പാണ് ഇതിനെതിരായിട്ടുള്ള മൂവ്മെന്റ് ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകും. ഈ പറയുന്ന ഏകാധിപത്യത്തിനെതിരായിട്ടുള്ള ആ ഒരു വിജയം ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകും എന്നുള്ള കാര്യം സംശയമില്ല. അതിനൊരു സമയമെടുക്കും. പക്ഷെ അതുപോലെ തന്നെയാണ് വേണു നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം, ചരിത്രത്തെ തിരുത്തി എഴുതാനുള്ള ശ്രമം. അതിലൂടെ ഗാന്ധിജിയെ പോലെയുള്ള, നെഹ്റു അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന് ചുക്കാൻ പിടിച്ച നേതാക്കളെ ചരിത്രത്തിൽ നിന്ന്, രാജ്യത്തിൻ്റെ സ്മരണയിൽ നിന്ന് തന്നെ മായ്ച്ചു കളയാനുള്ള ഒരു ശ്രമം നടക്കുകയാണ്. അതിനെതിരെ ശക്തമായ ഒരു പ്രതിരോധ നില ഉയരേണ്ടതല്ലേ? അല്ലെങ്കിൽ നാളെ എൻ്റെ മകനോ എൻ്റെ ചെറുമകനോ വായിക്കുന്ന ചരിത്രം മറ്റൊന്നായിരിക്കും. അതൊരു ചെറിയ കാര്യമാണ്. നിങ്ങളിപ്പോൾ യൂണിവേഴ്സിറ്റികളുടെ എടുത്തു നോക്കുക, കേന്ദ്ര യൂണിവേഴ്സിറ്റികൾ. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി സ്ഥാപിച്ചതാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ആ കാലഘട്ടത്തിൽ സ്ഥാപിച്ചതാണ് കേന്ദ്ര യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ ഇടതുപക്ഷങ്ങളുടെ ഏറ്റവും വലിയ കേന്ദ്രം ഏതായിരുന്നു? JNU. ഒരു വൈസ് ചാൻസലർമാരെയും പാർട്ടിയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വതന്ത്ര ചിന്തയ്ക്ക് വളരാൻ അവസരം കൊടുത്ത ഏറ്റവും വലിയ ഒരു സർവകലാശാലയായി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി വളർന്നത്. ഇന്ന് ആരാണ് വൈസ് ചാൻസലർമാരെ തീരുമാനിക്കുന്നത്? നാഗ്പൂരിൽ നിന്നാണ് തീരുമാനിക്കുന്നത്. RSSന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത ഒരാൾക്കും ഒരു കേന്ദ്ര സർവകലാശാലയിലും വൈസ് ചാൻസലർമാർ ആകാൻ കഴിയില്ല. ഇതൊരു കൃത്യമായ ഡിസൈനാണ്. മുസോളിനിയിൽ നിന്നും പഠിച്ച പാഠം RSSന്റെ സ്ഥാപക നേതാക്കളടക്കം പറഞ്ഞ് പഠിപ്പിച്ച് നമ്മുടെ രാജ്യത്ത് പഠിപ്പിച്ച, ഇറ്റലിയിൽ പോയി മുസോളിനിയുടെ വാഴ്ച കണ്ട് അത് നമുക്കും നടത്തണം എന്ന് പഠിപ്പിച്ച ആ രീതിയിൽ ഫാസിസത്തിന്റെ യഥാർത്ഥ മുഖങ്ങളിലേക്കുള്ള യാത്രയിൽ അവർ ഓരോ പടിയും മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ചരിത്രത്തെ വളച്ചൊടിക്കുക, രാഷ്ട്രനായകന്മാരെ തമസ്കരിക്കുക, അവരെ മോശക്കാരാക്കി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെതിരായിട്ടുള്ള അറ്റാക്ക് ഇവർ പഠിക്കുന്നത്, നെഹ്റുവിനെ കുറിച്ച് പഠിക്കുന്നത്. നെഹ്റു തന്നെയല്ലേ 1937 പറഞ്ഞത്? അത് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി മാതൃകയാക്കേണ്ടത് അതല്ലേ? 1937 പറഞ്ഞത് ജവഹർലാൽ ഏകാധിപതിയാകാൻ സാധ്യതയുണ്ട്. നെഹ്റു തന്നെ എഴുതി വേറൊരു പേരിൽ എഴുതി, ജവഹർലാൽ ഏകാധിപതിയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ സൂക്ഷിക്കണം. തനിക്ക് വരാൻ വേണ്ടി പോകുന്ന അധികാരത്തെ നേരത്തെ ഭയപ്പെട്ടുകൊണ്ട് താൻ ഏകാധിപതിയാകുമോ എന്ന് ഭയപ്പെടുന്ന ആ ഒരു ഭരണാധികാരിയുടെ ആശങ്ക ഉണ്ടല്ലോ, ജനാധിപത്യത്തെ അരക്കെട്ടുറപ്പിക്കുന്ന ആശങ്ക. ഇന്നത്തെ ഭരണാധികാരിയാകും നമ്മൾ താരതമ്യപ്പെടുന്നത് നമുക്ക് പറ്റും. അപ്പോൾ ആ ജവഹർലാൽ നെഹ്റുവിനെ തമസ്കരിക്കുക. ഒടുവിൽ ആംഗ്ലത്തിൽ നേരത്തെ പറഞ്ഞു മഹാത്മാഗാന്ധി ഗാന്ധിജിയുടെ പേര് കളയുക എന്ന് മാത്രമല്ല, ഗാന്ധിജിയുടെ ആദർശമല്ലേ ഗ്രാമസ്വരാജ്യം. ഇന്ന് കേരളമടക്കമുള്ള
പഞ്ചായത്തുകൾ എടുത്തു. ഈ പഞ്ചായത്തുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി സത്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യാത്ത കാര്യമാണ്. താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അറിയില്ല. ഞങ്ങൾ ഈ പാർലമെന്റ് അംഗങ്ങൾ ചെയർമാനായി ദിശ എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ട്. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ മോണിറ്ററിങ് എല്ലാ 3 മാസം കൂടുമ്പോഴൊന്നുണ്ട്. അപ്പോൾ ഒരു പഞ്ചായത്തിൽ 15 കോടിയൊക്കെ ഒരു വർഷം കൂലിയായിട്ട് മാത്രം കൊടുക്കുകയാണ്. നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനത്ത് ഒരു പഞ്ചായത്തിൽ പാവപ്പെട്ട തൊഴിലാളിക്ക് കൂലിയായിട്ട് ഒരു കൊല്ലം 15 കോടി കൊടുക്കുകയാണ് ഈ പദ്ധതിയിലൂടെ. ഇത് മുഴുവൻ കേന്ദ്ര ഫണ്ടായിരുന്നു 100%. അതിപ്പോൾ 60 ആയി. ഇത് ഡിമാൻഡ് ഡ്രൈവൻ സ്കീമായിരുന്നു. എനിക്ക് ജോലി ചെയ്യണമെന്ന് തൊഴിലാളിക്ക് തോന്നിയാൽ ആ ജോലി തൊഴിലാളിക്ക് കൊടുക്കണം, നിയമപ്രകാരം കൊടുക്കണം. നിയമം അനുശാസിക്കുന്നത് അതെടുത്തു കളഞ്ഞു. സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യുന്ന സ്ഥിതിയാക്കി. ഫലത്തിൽ മഹാത്മാഗാന്ധിയുടെ പേര് മാത്രം മാറ്റുകയല്ല, മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളായ ഗ്രാമസ്വരാജിനെ ശക്തിപ്പെടുത്തുന്ന സങ്കല്പങ്ങൾ കൊല്ലുക, തൊഴിലുറപ്പ് പദ്ധതിയെ കൊല്ലുക. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയത്തെ പറ്റി പറയുമ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന ചില സൂചികകളുണ്ട്. അഖില ലോകാടിസ്ഥാനത്തിൽ കണക്കെടുപ്പ് നടത്തിയെടുക്കുന്ന ചില സൂചികകൾ. അതിലൊന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പത്രസ്വാതന്ത്ര്യം. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ് ഒരു സ്വതന്ത്ര മാധ്യമരംഗം. ഇന്ന് 180 രാജ്യങ്ങളിൽ അത് 151ാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നതെന്ന് ആലോചിക്കണം. അതുപോലെ തന്നെ മതസ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് റിലീജിയൻ, അത് അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കുന്ന ഒരു റിപ്പോർട്ടിൽ ഏറ്റവും കൺസേൺ ഉണ്ടാക്കുന്ന ഒരു രാജ്യം ആയിട്ടാണ് ഇന്ത്യയെ കുറേ വർഷങ്ങളായിട്ട് കണക്കാക്കുന്നത്. അതൊരു ഫ്രീഡം ഹൗസ്, അമേരിക്കയുടെ ഒരു സ്ഥാപനമാണ്, സ്വതന്ത്ര സ്ഥാപനം. അവർ പറയുന്നത് പാർട്ട്ലി ഫ്രീഡം മാത്രമാണ് ഇന്ത്യക്ക് റിലീജിയസ് ഫ്രീഡത്തിൻ്റെ കാര്യത്തിലുള്ളത്. അതുപോലെ ഹങ്കറിൻ്റെ കാര്യത്തിൽ വെറും 105ാം സ്ഥാനമാണ്. സമാധാനപരമായ ജീവിതം 115ാമത്തെ സ്ഥാനമാണ്. ഹാപ്പിനെസ്സിൻ്റെ കാര്യത്തിൽ 26. നമ്മുടെ ഇൻഡെക്സ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഭരണവുമായി ബന്ധപ്പെട്ട ഇൻഡെക്സുകൾ. പക്ഷേ ഈ ഭരണം ലോകത്തിലെ ഏറ്റവും മികച്ചതാണെന്ന് ലോകം മുഴുവൻ കുറ്റഘോഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതിനെ പോലും ഫലപ്രദമായിട്ട് നേരിടാൻ, അല്ലെങ്കിൽ വിത്ത് ഡേറ്റാസ് അതിനെ പ്രതിരോധിക്കുന്നതിന് ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഈ പ്രതിപക്ഷ മുന്നണിക്കോ അല്ലെങ്കിൽ കോൺഗ്രസിനോ സാധിക്കുന്നില്ല എന്നുള്ളത് നിരാശാജനകമല്ലേ? അത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു നെറേറ്റീവിൻ്റെ ഭാഗമാണ്. ഈ സുനിജാൻ ഇപ്പോൾ പറഞ്ഞ നെഗറ്റീവ് അതാണ് BJPയുടെ നെറേറ്റീവ്, ഒരു തരത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നെറേറ്റീവ്. അവർ ചെയ്യുന്ന എല്ലാ ഏകാധിപത്യത്തെയും, അവർ ചെയ്യുന്ന എല്ലാ ജനാധിപത്യ വിരുദ്ധ നടപടികളെയും ചേർക്കാൻ പറ്റുന്ന ഒരു പ്രതിപക്ഷം പോലും ഇന്ത്യയിൽ ഇല്ല എന്നുള്ളൊരു നെറേറ്റീവ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് ഇതൊന്ന് ഫാസിസത്തിൻ്റെ യഥാർത്ഥ വഴിയിലൂടെയുള്ള യാത്രയാണ്. അപ്പം ഞങ്ങൾക്ക് എതിരാളികളില്ല എന്ന് എതിരാളികൾക്കൊപ്പം നിൽക്കുന്നുവെന്ന് പറയുന്നവരെ കൊണ്ട് തന്നെ, അന്ന് പ്രതീതി ഉണ്ടാക്കുന്നവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക. സത്യത്തിൽ എന്താണ്, നിങ്ങൾ ഭാരത് ജോഡോ യാത്ര നോക്കുക. ഇതുപോലൊരു മൂവ്മെൻറ്റ് ഇന്ത്യയിൽ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് വേറെ നടന്നിട്ടുണ്ടോ? അടുത്ത കാലത്ത് 4200 കിലോമീറ്റർ ദശലക്ഷക്കണക്കിന് ആളുകളുമായിട്ടുള്ള നേരിട്ട് ഇൻട്രാക്ഷൻ, കാൽനടയായി ചെന്ന് ഓരോ പ്രദേശത്തുള്ള അടിസ്ഥാനപരമായി പാവപ്പെട്ട മനുഷ്യനുമായിട്ട് നേരിട്ട് സംവദിക്കുന്ന ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആയിരുന്നു. അത് ഉയർത്തിയ മുദ്രാവാക്യങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയ മുദ്രാവാക്യം ഞങ്ങൾ ജാഥയിലുണ്ടാക്കിയ മുദ്രാവാക്യം, ജാഥ നിർമ്മിച്ച മുദ്രാവാക്യമല്ല. വിദ്വേഷത്തിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുക എന്നുള്ളൊരു മുദ്രാവാക്യം, ജാഥ നൽകിയ മുദ്രാവാക്യമാണ് ഇന്ത്യ രാജ്യത്ത്. അപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കന്മാർ അവർ നടത്തുന്ന പ്രസ്താവനകൾ, സ്റ്റേറ്റ്മെൻറ്റുകൾ അത് കൊടുക്കാൻ പോലും മാധ്യമങ്ങൾ തയ്യാറാവും. നിങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും കൂടെ പറയുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇപ്പം 12ാമത്തെ കൊല്ലമാണ്. മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രാവശ്യം അദ്ദേഹം നിന്നുകൊടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം അദ്ദേഹം മൻ കി ബാത്ത് നടത്തും, തനിക്ക് പറയാനുള്ള കാര്യം പറയും, മോണോലോഗ്. അല്ലാതെ ഇന്ത്യയിലെ നിങ്ങൾ കണ്ടതാണ്, ഡൽഹിയിൽ ഒരുപാട് കാലം പത്രപ്രവർത്തനം നടത്തിയ ആളാണ് താങ്കൾ. ഒരുപാട് പ്രധാനമന്ത്രിമാരുടെ കൂടെ പോകാൻ, വിദേശത്ത് പോകാൻ അവസരം കിട്ടിയിട്ടുണ്ടാവും. അവരൊക്കെ വിമാനത്തിൽ വരുമ്പോൾ പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ഞങ്ങളൊക്കെ കൊച്ചു വിദ്യാർത്ഥിയായിരുന്ന കാലം പോലെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ താൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി, നിങ്ങൾ പറയുന്നത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നതിനെ മഹത്വവൽക്കരിക്കുന്ന നാടായിട്ട് മാധ്യമങ്ങൾ തന്നെ മാറിയാലോ? എവിടെയെങ്കിലും ഒരു മാധ്യമ ഓപ്പോസിഷനായിട്ട് പാർലമെന്റിന്റെ സെൻട്രൽ ഹാൾ താങ്കൾക്കറിയാമല്ലോ, അവിടെ പാർലമെന്റേറിയൻസും ജേർണലിസ്റ്റുകളും സീനിയർ ജേർണലിസ്റ്റുകളും വരുന്ന ഒരു വലിയ രാഷ്ട്രീയ സംവാദം നടക്കുന്ന മേഖലയായിരുന്നു. ഇപ്പം പാർലമെന്റ് അയലത്ത് കയറാൻ പറ്റുമോ? ജേർണലിസ്റ്റുകൾ നിശ്ചയിക്കപ്പെട്ട ആൾക്ക് മാത്രം സമയത്തിന് കയറാം.
ഈ റിസ്ട്രിക്ഷൻ ടു ദ പ്രസ് അത് ഏത് ഡിസൈനിന്റെ ഭാഗമായിട്ടാണ്? പക്ഷേ ഈ പത്രസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ പ്രസ് പോലും അതിനെ ശബ്ദിക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. പ്രസ് എന്ന് പറയുന്നത് ഇപ്പൊ മാധ്യമ പ്രവർത്തകന് സ്വാതന്ത്ര്യമുണ്ടോ? ബി ഫ്രാങ്ക്, മാധ്യമ പ്രവർത്തകന്റെ അജണ്ട നിശ്ചയിക്കുന്നത് മാധ്യമ പ്രവർത്തകനാണ്, അല്ലാതെ എൻ്റെ മുതലാളിയാണ്. ഇന്ന് മിക്കവാറും ദേശീയ തലത്തിൽ, ഞാൻ ഭരണകൂല മാധ്യമങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്, അതിൽ കുറെ ഡിഫറൻ്റ് ആയിട്ടുള്ള വ്യൂസ് ഉള്ളവരുണ്ട്. നാഷണൽ മുഖ്യധാര മാധ്യമങ്ങളെ എല്ലാം കോർപ്പറേറ്റുകളെല്ലാം നിയന്ത്രിക്കുന്നുണ്ട്. ഏതാണ് കോർപ്പറേറ്റുകളെല്ലാം നിയന്ത്രിക്കുന്നത്? ഈ കോർപ്പറേറ്റുകളെ സർക്കാരുമായിട്ടുള്ള ഏറ്റവും വലിയ ചങ്ങാത്തത്തിലല്ലേ? കോർപ്പറേറ്റുകൾ എന്ന് പറയാൻ പറ്റില്ല, ഒന്നോ രണ്ടോ കോർപ്പറേറ്റുകൾ കയ്യിലാണ് വലിയ മാധ്യമങ്ങളെല്ലാം ഉള്ളത്. വീണു 80% ഇന്ത്യയിലെ വീടുകളിൽ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ വാർത്താ ചാനലുകളാണ് എത്തുന്നത്. 80% വീടുകൾ. അതാണ്. അപ്പൊ അവർ നിശ്ചയിക്കുന്ന അജണ്ടയ്ക്കപ്പുറം അവിടുത്തെ ആ കോർപ്പറേറ്റ്, അവിടെ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ സ്വന്തമായിട്ടൊന്ന് വ്യൂ എക്സ്പ്രസ് ചെയ്ത് പോയാൽ പിറ്റേ ദിവസം ഒന്നുകിൽ പണി പോവും, അല്ലെങ്കിൽ അടുത്ത ദിവസം അവൻ്റെ വീട്ടിൽ ഇടിയിട്ടു. എത്രയോ അനുഭവങ്ങളുണ്ടായി മാധ്യമപ്രവർത്തകർക്ക്. എത്ര പേരെ ജയിലിലാക്കി, എത്ര പേർക്കെതിരെ കള്ളക്കേസുണ്ട്. അപ്പൊ ഇതിനെ എതിർക്കാനുള്ള ഒരു മൂവ്മെന്റ്, പ്രതിപക്ഷം ഇതിനെതിരായി പ്രസംഗിച്ചാൽ, അല്ലെങ്കിൽ പ്രതിപക്ഷം ഇതിനെതിരായി ഒരു പ്രസ്താവന കൊടുത്താൽ, സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ, അത് പ്രസിദ്ധീകരിക്കാൻ പോലും മാധ്യമങ്ങളില്ല. മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങളൊന്ന് പാർലമെന്റ് പറഞ്ഞാൽ അത് കൊടുക്കാൻ പോലും പലപ്പോഴും ചില മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല. ഇത് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. പക്ഷെ ഇതിനെയെല്ലാം അതിജീവിക്കുന്ന ഒരു വികാരം ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് സമൂഹ മാധ്യമങ്ങൾ ഇന്നിപ്പോൾ ആരുടെ കയ്യിൽ വരുന്നത്? സമൂഹ മാധ്യമങ്ങളൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇത്തരം നീക്കങ്ങൾക്കെതിരായിട്ടുള്ള വലിയൊരു മൂവ്മെന്റ് വളർന്നു വരുന്നുണ്ടെന്നാണ്. അത് സമീപഭാവിയിൽ കരുത്താർജിക്കുന്നതിന്റെ കാര്യം സംശയമാണ്. നമ്മുടെ സംസ്കാരത്തെ പറ്റി പറയുമ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കമേറിയ സംസ്കാരങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഭാഷകൾ, നമ്മുടെ കല, നമ്മുടെ വസ്ത്രം, നമ്മുടെ ഭക്ഷണങ്ങൾ, നമ്മുടെ വാസ്തുവിദ്യ. അങ്ങനെ ഓരോ തരത്തിൽ നോക്കുമ്പോൾ കലകൾ, വളരെ വ്യത്യസ്തങ്ങളായ കലാരൂപങ്ങൾ, ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞാൽ നാനാത്വത്തിൽ ഏകത്വം എന്നൊരു സങ്കല്പം നേരത്തെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊക്കെ മാറുക. ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ വളരെ നിഷ്കളങ്കമായിട്ട് നമുക്ക് തോന്നാം. എന്തിനാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും ഒക്കെ ചെലവ്, ഇരട്ടി ചെലവുണ്ടാകും, നമുക്ക് പെട്ടെന്ന് തോന്നാം. പക്ഷേ ഇത് ഉന്നം വയ്ക്കുന്നത് ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ്, ഒരു ഭാഷ, ഒരു നേതാവ് എന്നതിലേക്കല്ലേ? നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള നമ്മുടെ രാജ്യത്തിന് ഇണങ്ങിയ സ്ലോഗനാണ്. അതിപ്പോൾ ഇവർ ഏകത്വത്തിലൂടെ അതീശത്വമാക്കി മാറ്റിയിരിക്കുകയാണ്. കേൾക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ചെലവ് കുറക്കാനാണ്. 1 നേഷൻ 1 ഇലക്ഷൻ, 1 ലീഡർ. ഫലത്തിൽ അത് ഇന്ത്യൻ ഫെഡറലിസ്റ്റ് സിസ്റ്റത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ കടന്നാക്രമണമാണ്. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ആക്ച്വലി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. സംസ്ഥാനങ്ങൾക്കും അധികാരങ്ങളുണ്ട്, കേന്ദ്രത്തിനും അധികാരങ്ങളുണ്ട്. അതിനൊക്കെ തന്നെ അതിർവരമ്പുകൾ ഉണ്ടാകാം. പക്ഷേ എങ്കിലും ഫെഡറലിസത്തിൻ്റെ ശക്തിയാണ് ഈ രാജ്യത്തിൻ്റെ കെട്ടുറപ്പുറപ്പിക്കുന്നത്. മറ്റു പല രാജ്യങ്ങളും ശിഥിലമായി പോയപ്പോൾ, രാജ്യങ്ങൾ തന്നെ ഭിന്നിച്ചു പോയപ്പോൾ നമ്മൾ നിന്നത് ഈ ഫെഡറലിസത്തിൻ്റെ കെട്ടുറപ്പിലും നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളിലുമാണ്. നമുക്കുള്ള ഒരു അപകടകരമായ ട്രെൻഡായിട്ട് ഇവരെ കൊണ്ടുപോകുന്നത് ഈ ഫെഡറലിസ്റ്റ് സങ്കല്പത്തെ തന്നെ തകർക്കാൻ പോകുമ്പോൾ ആത്യന്തികമായിട്ട് നമ്മുടെ യൂണിറ്റിയെ തന്നെയാണ് തകർക്കാൻ വേണ്ടി പോകുന്നത് അവർ മനസ്സിലാക്കുന്നതാണ്. അവർക്ക് വേണ്ടത്, അവർക്ക് ജയിക്കാവുന്ന ഏതോ ഒരു ഡിസൈൻ നാഗ്പൂരിൽ തീരുമാനിച്ചാൽ ആ തീരുമാനിക്കുന്ന ഡിസൈൻ ജനങ്ങളെ അടിച്ചേൽപ്പിക്കുക. അത് തുടർ പദ്ധതിയായാലും 1 നേഷൻ 1 ഇലക്ഷൻ ആയാലും അത് ഓരോ നിയമനിർമ്മാണങ്ങളായാലും നമുക്കത് കാണാൻ പറ്റും. അത് രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് എതിർത്ത് തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നൊരു സംശയമില്ല. ചരിത്രം നോക്കുമ്പോൾ നമ്മുടെ സംസ്കാരത്തെ ശാസ്ത്രീയമായ അടിത്തറയിൽ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ടാണ് ജവഹർലാൽ നെഹ്റു തുടക്കത്തിൽ രാജ്യത്തെ മുന്നോട്ട് നയിച്ചത്. പിന്നീട് വന്ന പ്രധാനമന്ത്രിമാരും അത് തന്നെയാണ് ചെയ്തത്. പക്ഷേ ഇന്നിപ്പോൾ ശാസ്ത്രത്തിന് പകരം അതിൻ്റെ സ്ഥാനത്തേക്ക് മിത്തുകളെ എടുത്ത് സ്ഥാപിക്കുന്നത് നമ്മൾ കാണുകയാണ്. അതുപോലെ തന്നെ വ്യത്യസ്തമായ മതങ്ങൾ ഒന്നിച്ചു പുലരണമെന്നാണ് നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ സ്വാതന്ത്ര്യങ്ങളും നമുക്കുണ്ട്. പക്ഷേ മണിപ്പൂരിൽ ഒരു സംസ്ഥാനം മുഴുവൻ കത്തിരിയുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ദേവാലയങ്ങൾ കത്തിശാമ്പലാകുമ്പോൾ ഒരു ഭരണാധികാരികളും അങ്ങോട്ട്
കടന്നു ചെല്ലുന്ന പോലുമില്ല. ഞാനിപ്പോൾ ഇവിടെ ഗവർണർ കോൺഗ്രസ്സാണ്, അതുകൊണ്ട് ഞാൻ പറയുകയല്ല. ഇന്ദിരാഗാന്ധി അധികാരത്തിന് പുറത്തു നിൽക്കുമ്പോൾ പോലും ബെൽച്ചിയിൽ ഒരു വലിയ സാമുദായിക കലാപം ഉണ്ടായപ്പോൾ ആലപ്പുറത്ത് കയറി പാതിരാത്രിയിൽ കോരിച്ചൊരിയുന്ന മഴയത്തോടെ എത്തിയ ചരിത്രമുണ്ട്. പക്ഷെ ഇത്ര യാത്രാ സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാൻ ആവശ്യമായ സമയവും സാമ്പത്തികവും ഉള്ളപ്പോൾ പോലും മണിപ്പൂർ പോലുള്ള സ്ഥലത്ത് കടന്നു ചെല്ലാൻ പോലും സാധിച്ചില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒന്നുകൂടി ചേർത്ത് പറയാം. ഇന്ന് രാജ്യം ആശങ്കയോടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം RSSന്റെ സർസംഘചാലക് പറഞ്ഞു, മോഹൻ ഭാഗവത്, അദ്ദേഹം എന്താ പറഞ്ഞത്? ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ്. അത് ഭരണഘടനയിൽ എഴുതി ചേർത്തില്ലെങ്കിലും ഇന്ത്യ ഈസ് എ ഹിന്ദു നേഷൻ എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ആസാം മുഖ്യമന്ത്രി ഹിമന്ത് ശർമ്മ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഇതങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത് എന്നുള്ളത് ഒരു സാധാരണക്കാരൻ്റെ, ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലരുടെയും ഒരാശങ്കയാണ്. നിങ്ങൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത് എന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. ഇതിനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറുപടി എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്. താങ്കൾ നേരത്തെ ചോദിച്ച പോലെ റിലീജിയസ് ഫ്രീഡം. ഈ റിലീജിയസ് ഫ്രീഡം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന നമുക്ക് തന്നിരിക്കുന്നതാണ്. ഭരണഘടനയിലെ കോൺസ്റ്റിറ്റ്യൂഷനിലെ 15-ാം വകുപ്പായാലും 26-ാം വകുപ്പായാലും ഒക്കെ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമുക്ക് ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളാണ് ഇത്. ആ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിഷേധിക്കുന്ന അനുഭവങ്ങൾ ഇപ്പം ഛത്തീസ്ഗഡിലുണ്ടായി, മധ്യപ്രദേശിലുണ്ടായി, ഒഡീഷയിലുണ്ടായി. ഇതെല്ലാം രാജ്യത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ തണലിൽ അക്രമങ്ങളായിട്ട് മാറപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഞങ്ങളതിലൊരു കൺസേൺ US ഒരു കൺസേൺ അവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ പറയുന്നത് ഈ ട്രെൻഡ് രൂപപ്പെടുത്തുന്നത് ഡിസൈൻ തന്നെയാണ്, അതിൻ്റെ രൂപകൽപ്പന തന്നെയാണ്. ഞാൻ ആദ്യം തുടക്കത്തിൽ സൂചിപ്പിച്ച രൂപകൽപ്പന. ഭരണകൂടം ഗവേണൻസിൽ പരാജയപ്പെട്ടാൽ, ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പറ്റാത്ത വരുന്ന സാഹചര്യത്തിൽ അവരെ ജയിക്കാനുള്ള ഏക മാർഗം ഡിവിഷനാണ്, അവരെ ഭിന്നിപ്പിക്കുകയാണ് എന്നുള്ള ഫാസിസ്റ്റ് തന്ത്രത്തിൻ്റെ പരിണിത ഫലം തന്നെയാണ് ഈ ജാതി മത സംഘർഷങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അതിലൂടെ വോട്ട് നേടാനുള്ള പരിശ്രമം. അപ്പോൾ ഇത് സത്യത്തിലെ ഹിന്ദുവിനോടുള്ള സ്നേഹമാണ് അല്ല. ഹിന്ദുവിൻ്റെ പ്രധാനമന്ത്രി, ഇന്ത്യ രാജ്യത്ത് ജനങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്ന പ്രധാനമന്ത്രിയാകാനല്ലേ, അല്ലാണ്ട് ഒരു സമൂഹത്തിൻ്റെ പ്രധാനമന്ത്രിയാകാനുള്ള ആളല്ലല്ലോ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. എത്രയോ പേര് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്തിനേറെ പറയുന്നു, ഇപ്പോൾ നരേന്ദ്രമോദി തന്നെ ഇരിക്കുന്നത് ഇന്ത്യയിലെ ജനാധിപത്യത്തിൽ ഭൂരിപക്ഷമുള്ളതല്ലേ. അത് ഏതെങ്കിലും സമുദായത്തിൻ്റെ മാത്രം ഭൂരിപക്ഷത്തിൻ്റെയോ മതത്തിൻ്റെ മാത്രം ഭൂരിപക്ഷമുള്ള പ്രധാനമന്ത്രിയാണെന്ന് അദ്ദേഹം പറയാൻ പറ്റുമോ? അപ്പം ഇതിനൊക്കെ തന്നെ അവർ നിശ്ചയിക്കുന്ന അജണ്ട എത്ര തീവ്രമായി പറഞ്ഞാലും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ചിന്തിപ്പിക്കാൻ പറ്റുമോ ജനങ്ങൾ? പക്ഷെ ജനങ്ങൾ അങ്ങനെയല്ലാന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തെളിയിച്ചിട്ടുണ്ട്. ഈ പ്രധാനമന്ത്രി തന്നെ ബെൻസ്വാഡയിൽ പറഞ്ഞ പ്രസംഗം നമ്മൾ കണ്ടതാണ്. ഇലക്ഷൻ കാലത്ത് പറഞ്ഞ പ്രസംഗം ഒരു കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വളരെ വ്യക്തമായി പോളറൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞ പ്രസംഗം. പക്ഷെ ജനങ്ങൾ ആ കോൺസ്റ്റിറ്റ്യുവൻസി പോലും അത് അംഗീകരിച്ചിട്ടില്ല. അവിടെ പോലും കോൺഗ്രസ് ജയിച്ചു. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ടത് എല്ലാ കാലത്തും ഇതിലൊന്നും ജനങ്ങൾ വീടില്ല. ജനങ്ങൾ ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് നമ്മൾ ചോദിക്കുന്നു. ഞങ്ങളുടെ പ്ലാൻ ക്ലിയർ ആണ്. യഥാർത്ഥ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുക. ഈ ഒരു വിഭജന രാഷ്ട്രീയത്തെ മറികടക്കാനുള്ള ജനങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള പ്രോബ്ലംസ്, അവരുടെ തൊഴിലില്ലായ്മ, അവരുടെ ഉണ്ടാകുന്ന ജീവിത പ്രയാസങ്ങൾ, സ്ത്രീകൾക്കുള്ള ബുദ്ധിമുട്ടുകൾ, കർഷകന്റെ പ്രയാസങ്ങൾ, ലേബർ കോഡ് വന്ന് തൊഴിലാളികൾ നേരിടാൻ വേണ്ടി നിർദ്ദേശം ചെയ്യുന്നത്, ഈ ഓരോ പ്രശ്നങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അവരെ ജനപക്ഷത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തി അവരുമായി മുന്നോട്ട് പോവുക. ഇത് തന്നെയാണ് ഇതിലുള്ള ഏറ്റവും വലിയ മരുന്ന്. വേറെ മരുന്നൊന്നുമില്ല. ഞങ്ങൾ ജനാധിപത്യത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവരാണ്. അന്തിമമായി ജനാധിപത്യത്തിൽ വിജയം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്കായിരിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ സത്യം പറയാനും വിമർശിക്കാനും എതിർക്കാനും പ്രക്ഷോഭം നടത്താനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ്. പക്ഷെ ഇന്നിപ്പോൾ കേരളത്തിലായാലും ഇന്ത്യയിൽ മൊത്തത്തിലായാലും വിമർശിക്കപ്പെടുന്നവർ ശിക്ഷിക്കപ്പെടുക, അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് നിയമ നടപടികൾ ഉണ്ടാവുക, അധികാര സ്ഥാനത്തിരിക്കുന്നവരെ സോഷ്യൽ മീഡിയയിലെ ചില കമൻറ്റുകളിൽ പോലും വിമർശിക്കാൻ സാധിക്കാതിരിക്കുന്ന ഒരു കാഴ്ച. ഇന്നത്തെ പത്രങ്ങളിൽ വന്നൊരു കാര്യം, ഒരു വിദേശത്ത് നിന്നൊരു ഇന്ത്യക്കാരനായ ഒരു വിദേശ പൗരൻ, അയാള് BJPയെ കുറിച്ച് എന്തോ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ വിമാനത്താവളത്തിൽ. അതിന്ന് രാജ്യത്തുടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫാസിസത്തെ കുറിച്ച് പറയുമ്പോൾ
കേന്ദ്രത്തിൻ്റെ ഫാസിസത്തെക്കുറിച്ചൊക്കെ പറയും. ഇത് രാജ്യത്തുടനീളം നമ്മൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നു. അല്ല, ഫാസിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനെ സ്വീകരിക്കുന്ന വ്യക്തിയെ ആശ്രയിച്ചിരിക്കും. അത് താങ്കൾ പറഞ്ഞ ഈ ആശയങ്ങളാണ് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യുന്നത് എന്ന് ചില സംസ്ഥാനങ്ങളിലെ ഭരണാധികാരികളും സ്വീകരിച്ചു പോയാൽ എന്ത് ചെയ്യും? ഇപ്പം നമ്മുടെ കേരളം അങ്ങനെയാണ് ഇപ്പം കാണുന്നത്. വിമർശനങ്ങളോട് സഹിഷ്ണുത കാണിക്കലാണ്. ഞാൻ പഠിച്ച പോലെ ഒരു കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ എഴുതിയ ലേഖനം, മറ്റൊരു പേര് എഴുതിയ ലേഖനം പറഞ്ഞിട്ട് ഞാനിവിടെ സൂചിപ്പിച്ചു. അദ്ദേഹത്തിനെ കാർട്ടൂണിസ്റ്റ് ശങ്കരനോട് പറഞ്ഞ് എന്നെ സ്പെയർ ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ, ഭരണാധികാരികളുടെ അനുഭവം. അപ്പം ഇത് കേരളത്തിലിപ്പോൾ പോലും വിമർശിക്കുന്നവരെ ശത്രുവാക്കി പ്രഖ്യാപിച്ചിട്ട് അവനെ അകത്തിടുക അല്ലെങ്കിൽ അവനെ കൈകാര്യം ചെയ്യുക എന്നുള്ള പ്രവണതയാണ്. ഇത് ഫലത്തിൽ പറഞ്ഞാൽ മോഡിയുടെ മറ്റൊരു പതിപ്പ് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അത് ആ പാർട്ടിയുടെ ഇതുവരെ നിലനിന്നിരുന്ന ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് എത്രമാത്രം അവരെ ആ പോരാട്ടങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ടെന്നുള്ളത് അവരുടെ അണികൾ മനസ്സിലാക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. മോഡിയുടെ മറ്റൊരു പതിപ്പായിട്ട് എങ്ങനെ കേരളത്തിലെ ഭരണത്തെ താങ്കൾക്ക് പറയാൻ സാധിക്കും? ഞാൻ പറയുന്ന ആ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് കൃത്യമായിട്ടും അത് തന്നെയാണ്. കാരണം അദ്ദേഹം നടത്തുന്ന രീതികൾ ഞാൻ മനസ്സിലാക്കിയിരുന്നത്, പിന്നെ അദ്ദേഹം ഇഷ്ടപ്പെട്ട വിശ്വഗുരു, ഇപ്പം ഹിറ്റ്ലർ മുസോളിനിക്കൊക്കെ തന്നെ ഇരട്ട പേരുകളുണ്ടായിരുന്നു. ഫ്യൂറർ എന്നാണ് ഹിറ്റ്ലറെ വിളിച്ചു വരുന്നത്. ഫ്യൂററിനും ഇൻഡ്യൂസ് എന്ന് പറഞ്ഞ രണ്ടുപേരും തന്നെ വിളിച്ചുകൊണ്ടിരുന്ന പേരാണ്. ഇവിടെ ഇപ്പോൾ വിശ്വഗുരു, ഇവിടെയാണ് ക്യാപ്റ്റൻ. ഒരു 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 കേന്ദ്രീകൃത ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എപ്പോഴും ഒരു വികേന്ദ്രീകൃതമായിട്ടുള്ള ലീഡർഷിപ്പ് വരുമ്പോഴാണ്. തന്നിലേക്കെല്ലാം കേന്ദ്രീകരിക്കുകയും താനാണ് തീരുമാനമെടുക്കുകയും തീരുമാനിക്കുക അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് തീർച്ചയായിട്ടും ഏകാധിപത്യത്തിലേക്ക് പോകുന്ന ഒരു വഴി തന്നെയായിട്ടൊന്ന് മാറും. ഫാസിസത്തിൻ്റെ മറ്റൊരു വഴിയായിട്ട് മാറുന്ന സംശയമില്ല. അപ്പം നമ്മൾ വോട്ട് ജോലിയെക്കുറിച്ച് പിന്നെ പറയുമ്പോൾ കേരളത്തിൽ എത്ര കാലം മുമ്പേ നടക്കുന്നുണ്ട് ഇല്ലേ? ഞാൻ കാസർഗോഡ് പാർലമെൻറ്റിൽ 91 മത്സരിച്ചപ്പോൾ ഒരു പോളിംഗ് ബൂത്തിൽ 98% പോളിംഗ്. ഞാൻ എടുത്തു നോക്കിയപ്പോൾ നമുക്കാർക്കും പുനർജന്മം കൊടുക്കാൻ അധികാരമൊന്നുമില്ല. പക്ഷേ വോട്ടർ പട്ടികയിലൂടെ ഒരുപാട് ആൾക്ക് പുനർജന്മം കിട്ടിപ്പോയിട്ടുണ്ട്. മരിച്ചുപോയ ഒരാൾ വന്ന് കിട്ടിയിട്ടുണ്ട്, ഒരുപാട്. ഇത് കേരളത്തിൽ നിന്ന് പോയതല്ലേ? ഭരണം അധികാരം നിലനിർത്താൻ വേണ്ടി എന്തും ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് അവിടെ ആശയങ്ങൾക്ക് പ്രസക്തിയില്ല. തങ്ങളുടെ ഐഡിയോളജിയല്ല പ്രശ്നം, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പദ്ധതികളെല്ലാം പ്രശ്നം. ഞങ്ങൾ തീരുമാനിക്കും, അത് നടപ്പിൽ വരുത്തും, ഞങ്ങൾ പറയുന്ന മാത്രം കേട്ടാൽ മതി എന്ന് പറയുന്ന വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് അതേ ശൈലി തന്നെ ഇവിടെ ഉണ്ടാകുന്നത്. അവിടുത്തെ ശൈലി തന്നെ ഇവിടെയും കാണുന്നു. ഞാൻ അവിടുത്തെ ലഘൂകരിക്കാൻ വേണ്ടി ഇത് പറയല്ല, അത് ഭീകരമായിട്ടുള്ള ഒന്നാണ്. പക്ഷെ ആ ഭീകരമായിട്ട് അതിനെ എതിർക്കുമ്പോൾ നിങ്ങൾ കാണിക്കേണ്ട മാതൃകകൾ നിങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഞാനിവിടെ ചോദിക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. നമ്മുടെ കേന്ദ്ര രാഷ്ട്രീയം പറയുമ്പോൾ, ദേശീയ രാഷ്ട്രീയം പറയുമ്പോൾ സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ വിഭജിച്ച് നിർത്താൻ വേണ്ടി ഭരണകൂടം നടത്തുന്ന ചില കാര്യങ്ങളാണ്. ഇതുപോലെ തന്നെ ഇവിടെ നമ്മുടെ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുമ്പോൾ വർഗീയത ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. താങ്കൾ അതിനെ എങ്ങനെ കാണും? ഞാൻ അതന്നെ പറഞ്ഞു. ഞാൻ ബെൻസ്വാഡ പ്രസംഗം പറഞ്ഞു, പ്രൈം മിനിസ്റ്റർ. ആ പ്രസംഗത്തെ അനുസ്മരിക്കുന്ന പ്രസംഗങ്ങളല്ലേ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായത്. പാലക്കാട് ഒരു നേതാവിൻ്റെ പ്രസംഗം കേട്ടു, പത്രസമ്മേളനം. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കേട്ടു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ എങ്ങനെ ഇത് പറയാൻ പറ്റും? ഒന്നാമത് ചരിത്രത്തെ മുഴുവൻ വളച്ചൊടിക്കുകയാണ്. അസത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, സത്യവുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യങ്ങളല്ല. അസത്യം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭാവനാ നിർമ്മിതി ഉണ്ടാക്കിയിട്ട് ആ നിർമ്മിതിയിലൂടെ വലിയ പോളറൈസേഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ അപകടങ്ങളിലേക്ക് ചാടുകയാണ്, വലിയ അബദ്ധത്തിലേക്കാണ് അവർ ചാടാൻ പോകുന്നത്. അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ചില മേഖലകളിലെ വോട്ട് വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ധ്രുവങ്ങളിൽ നിർത്തി, ചേരിയിൽ നിർത്തി അവരെ ശത്രുക്കളാക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നിട്ട് കൊടുക്കുകയാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. അത് മരുന്നല്ല, വിഷമാണ്. അത്രയും അപകടകരമായ, താങ്കൾ ആ പ്രസ്താവന വായിച്ചിട്ടുണ്ടാവും. ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രസ്താവനയായിരുന്നു അത്.
അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പോൾ അവിടെ കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഈ ആരോപണങ്ങളുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകളുടെ മൂല കാരണം താങ്കളുടെ പാർട്ടി അല്ലെങ്കിൽ താങ്കളുടെ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന UDF ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളുമായി വോട്ടിന് വേണ്ടി കൂട്ടിച്ചേരുന്നു എന്നുള്ളതാണ്. അല്ല, ഞാൻ അതിനെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഒരു പാർട്ടിയുമായിട്ടും ഒരു വർഗീയ സംഘടനയുമായിട്ടും ചങ്ങാത്തത്തിലേർപ്പെട്ട് അവരുമായി മുന്നണി ഉണ്ടാക്കി അവരുടെ വോട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. അതിലൊരു ഒരു ഒരു വിട്ടുവീഴ്ചകളും തയ്യാറാവുന്നില്ല. ഞങ്ങളുടെ ദേശീയ പാർട്ടിയാണ്. ഞങ്ങൾക്ക് ദേശീയമായ ലൈൻ ഉണ്ടാക്കാനില്ല. ആ ലൈനിനകത്ത് വർഗീയത പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി നിൽക്കുകയും ചെയ്യുന്ന ഏത് പാർട്ടികളുമായിട്ട് വരും. പക്ഷേ ഞാനിവിടെ ചോദിക്കുന്നത്, CPM എന്ന് പറഞ്ഞ പാർട്ടി 96-ലെ ദേശാഭിമാനി പത്രം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ജമാഅത്തെ ഇസ്ലാമിക്ക് നന്ദി പറയുന്നൊരു പാർട്ടിയാണ്. നമ്മുടെ കോടിയേരി ഇപ്പം ജീവിച്ചിരിക്കില്ല. 2006-ൽ ഈ നിയമസഭയിൽ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. 2006-ൽ ജമാഅത്തെ ഇസ്ലാമിക്ക് നന്ദി പറഞ്ഞു. മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2009-ലെ പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എക്നോളജ് ചെയ്തിട്ടുണ്ട് ഇവരുടെ ഹെൽപ്പിനെ കുറിച്ച്. അപ്പൊ അവര് ഇല്ലാത്ത ഒരു ബന്ധത്തിന്റെ പുറത്ത് ഞങ്ങളെ പ്രതികൂട്ടിൽ നിർത്താൻ നോക്കുമ്പോൾ അവരുണ്ടാക്കിയിട്ടുള്ള കഴിഞ്ഞ കാലത്തെ ബന്ധങ്ങളെയെല്ലാം അറ്റ്ലീസ്റ്റ് തള്ളി പറയെങ്കിലും വേണ്ടേ? ഞങ്ങളെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ക്ലിയറാണ്. ഈ കാര്യത്തിൽ അവർക്ക് ജമാഅത്തെ ഇസ്ലാമി അല്ലല്ലോ. മാറാട് കലാപത്തെ കുറിച്ച് പറഞ്ഞു. അന്ന് ആര് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് എന്തായിരുന്നു? മാറാട് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോടുണ്ടായിരുന്നു. ആ കലാപത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളും ജയിലിലാണ്, ശിക്ഷിക്കപ്പെട്ട് കിടക്കുകയാണ്. അതിനുശേഷം ഒരു കലാപം ഉണ്ടാക്കാൻ കേരളത്തിൽ വിട്ടിട്ടില്ല. കേരളത്തിലെ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വർഗീയ സംഘർഷങ്ങൾക്ക് അയവ് വരുത്താൻ ഏറ്റവും നല്ല സമീപനമായിട്ട് വരുന്നൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അവരൊരു സെക്യുലർ കാഴ്ചപ്പാട് കാഴ്ചവെക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അത് നമുക്ക് ബാബരി മസ്ജിദ് ഇഷ്യൂവിൽ കണ്ടതാണ്. അത് അങ്ങാടിപ്പുറത്തെ ക്ഷേത്രം കത്തിപ്പറിച്ചപ്പോൾ അവിടെ ഓടിയെത്തുന്ന പാണക്കാട് തങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്യാൻ, ഒരു ജില്ലയെ തന്നെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല. മലപ്പുറം ജില്ലയെ തന്നെ ടാർഗറ്റ് ചെയ്യാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചതല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, യഥാർത്ഥമായിട്ട് കമ്മ്യൂണലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ലൈനിലേക്ക് പോയത് നിങ്ങൾക്ക് രാഷ്ട്രീയ നടത്തിന് വേണ്ടിയിട്ടാണെങ്കിലും CPM ആണ്. നമുക്കിനി 5 മിനിറ്റേ ഉള്ളൂ. 1-2 ചെറിയ ചോദ്യങ്ങളുണ്ട്. പിന്നെ സദസ്സിൽ നിന്നുണ്ടോ ചോദ്യങ്ങൾ? ഈ അടുത്ത തിരഞ്ഞെടുപ്പിലെ UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക എന്നത് പറഞ്ഞ ആരോപണമാണ്. ഞാനിപ്പോൾ തുറന്ന് ചോദിക്കാം, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും? അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ? അത് മറുപടി പോലും അറിയിക്കുന്ന ചോദ്യമല്ല. കാരണം കോൺഗ്രസും നയിക്കുന്ന ഒരു ജനാധിപത്യ മുന്നണി ഞങ്ങളെ എല്ലാ സഹോദരങ്ങളെയും ചേർത്തു പിടിക്കുന്ന സമീപനമാണ്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പാഴ്സിയും ജൈനും എല്ലാവരെയും ഒരുപോലെ 10 വോട്ടിന് വേണ്ടി അവരെ തമ്മിലടിപ്പിക്കാനും ഭിന്നിപ്പിക്കാനും നിൽക്കുന്ന ഒരു രാഷ്ട്രീയത്തിനും ഞങ്ങൾ വോട്ട് നിൽക്കില്ല. അവിടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് കേരളത്തിലെ ഓരോ കേരളീയനും നീതി കിട്ടുന്ന ഒരു ആഭ്യന്തര വകുപ്പ് മാറ്റുന്ന നേതൃത്വമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് കോൺഗ്രസ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM അല്ലെങ്കിൽ LDF-ഉം BJP-യും തമ്മിൽ അന്തർധാര താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? പലരും അങ്ങനെ പറയുന്നത് കൊണ്ട് ചോദിക്കുകയാണ്. നേതാക്കൾ തമ്മിലുള്ള അന്തർധാര ഉണ്ടാകും. പക്ഷെ അവരുടെ അണികൾ തന്നെ ആ അന്തർധാരയിലെ കാര്യങ്ങൾ പൊളിച്ചെടുക്കും. ഒരു ചോദ്യം കൂടെ. അടുത്ത തെരഞ്ഞെടുപ്പ് താങ്കൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ്. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരിക്കും താങ്കൾ. ഞാനത് തീർത്തോട്ടെ. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ആളാണ് താങ്കൾ. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അല്ലെങ്കിലും പിന്നീടാണെങ്കിലും കേരളത്തിലേക്ക് തിരിച്ചു വരാനല്ല, താങ്കൾ എപ്പോഴും കേരളത്തിലുണ്ട്. കേരളത്തിൽ പ്രധാന റോളുകൾ വഹിക്കാനുള്ള സാധ്യത. കാരണം ഞാനത് ചോദിക്കാതിരിക്കാൻ പാടില്ല. ഇവിടെയുള്ള എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമായിരിക്കും. ഈ എല്ലാവരുടെയും മനസ്സിലേക്ക് ഈ ചോദ്യം കുത്തി നിർത്തിയിരിക്കുന്നത് ഒരു ഗൂഢശക്തിയാണ്. അത് കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറയുന്ന ഗൂഢശക്തിയാണ്. പക്ഷെ അവർക്ക് വേറെ ഒരു മാർഗവും ഇല്ല തെരഞ്ഞെടുപ്പ് ജയിക്കാൻ. ഇപ്പൊ അവരുടെ കയ്യിൽ നിന്ന് കേരളം കൈവിട്ട് പോയി എന്ന് മനസ്സിലാക്കിയപ്പോൾ ഏക കച്ചിത്തിരുമ്പ് ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് കാണിച്ച് കോൺഗ്രസ്സുകാരെ തമ്മിലടിപ്പിക്കാൻ പറ്റുമെന്ന് ആ ബുദ്ധി നടക്കുന്ന കാര്യമല്ല. കാരണം വെച്ചാൽ ഇവിടെ മുഖ്യമന്ത്രി തർക്കങ്ങളില്ല. ഞങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഭരണം കൊടുക്കണം. ഈ കേരളത്തിലെ ജനങ്ങൾ വെറുത്തിരിക്കുന്ന ഒരു ഭരണത്തെ മാറ്റണം. അതിനു വേണ്ടിയിട്ടുള്ള യോജിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങൾ സർക്കാരിനും ജനങ്ങൾക്ക് വേണ്ടി, നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സർക്കാരിനെ ഉണ്ടാക്കിയെടുക്കാൻ. ഈ സർക്കാർ ഒരു നല്ല സർക്കാരാണെന്നാണല്ലോ പറയുന്നത്. 110 സീറ്റ് വരെ നേടാൻ
കഴിവുള്ള രീതിയിൽ ഭരണം നടത്തിയ 10 വർഷം ഭരിച്ചൊരു സർക്കാരല്ലേ? ഇവിടെയാണ് എനിക്ക് സാർജോ ഭൗമിക്കിൻ്റെ ഒരു പുസ്തകം ഞാൻ പ്രകാശനം ചെയ്തത് കണ്ടു. അതേ SFI നേതാവായിരുന്നു ബംഗാളിലെ. 10-15 കൊല്ലക്കാലം പ്രസിഡൻസി കോളേജിലും കൽക്കത്ത യൂണിവേഴ്സിറ്റിയിലും SFI നയിച്ചു. നമ്മൾ മനസ്സിലാക്കും എങ്ങനെയാണ് ഇവർ ഇലക്ഷൻ ജയിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു പോയിന്റ് പറയുന്നത് അവസാനം, നന്ദിഗ്രാമും സൻഗ്രൂറും ജനങ്ങളെതിരായി കമ്മ്യൂണിസ്റ്റുകാരനെ സപ്പോർട്ട് ചെയ്യുന്ന ജനവിഭാഗം മുഴുവൻ എതിരായിട്ട് പാർട്ടിയുടെ നയങ്ങൾക്കെതിരായി ആളി കത്തുകയാണ്. എന്നിട്ടും മുഖ്യമന്ത്രി പറയുന്നത് ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണ്. ടാറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയുമായി നമ്മൾ മുന്നോട്ട് പോകും. 230 പേര് ഞങ്ങളുടെ കൂടെയുണ്ട്. അവരുടെ കയ്യിൽ 45 പേരുണ്ട് MLA-മാർ. ഇതാണ് ഞങ്ങളുടെ പ്രതിശാസ്ത്രം. കാലത്തിൻ്റെ ചുവരെത്തിയുള്ളൂ. ജനങ്ങളുടെ മനസ്സുകൾ പഠിക്കാൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് പലപ്പോഴും പറ്റാറില്ല. അതിൻ്റെ പരിണിത ഫലമാണ് ഈ 110-ലേക്കുള്ള ഇപ്പോഴത്തെ ചിന്താഗതി. നമുക്കൊന്നുകൂടി ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. ചോദ്യങ്ങൾ താല്പര്യമുള്ളവർ വളരെ ചുരുക്കി പറയണം. പ്രഭാകർ ഈ നമ്മുടെ SIR-നെ കുറിച്ച് ബ്ലഡ്ലെസ് പൊളിറ്റിക്കൽ ജിനോസിഡ് എന്ന് വിളിക്കുന്നത്, രക്തരഹിതമായ രാഷ്ട്രീയ വംശഹത്യ. നമ്മൾ SIR-നെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളൊക്കെ അതിനെതിരെ രാഷ്ട്രീയപരമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് മറ്റൊരു തരത്തിലുള്ള വോട്ട് ചൂരിയാണ് തിരിച്ചറിഞ്ഞ് അതിനെതിരെയുള്ള ജനകീയമായ പ്രതിഷേധ പ്രക്ഷോഭ സമരങ്ങൾക്ക് എന്തുകൊണ്ട് നേതൃത്വം നൽകുന്നില്ല? നമുക്ക് വെട്ടിനിരത്തപ്പെടുന്ന വോട്ടുകളുടെ വലിയ കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. സമയമില്ലാത്ത കണക്കുകളിലേക്ക് പോകുന്നില്ല. അതാണ് ഒന്നാമത്തെ ചോദ്യം. എന്തുകൊണ്ട് ഇതൊരു പ്രക്ഷോഭത്തിലേക്ക് തിരിയുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം, ഈ ചർച്ചയിലുടനീളം സംസാരിച്ചു കഴിഞ്ഞു. ഇവിടെ കേരളത്തിൽ നിന്ന് നിലനിൽക്കുന്ന ഈ ഭരണകൂടം എന്ന് പറയുന്നത് ഒരു സ്വച്ഛാധിപത്യ സ്വഭാവങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു ഭരണകൂടമാണ്. അത് അങ്ങ് തന്നെ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. എൻ്റെ ഒരു സംശയം അല്ലെങ്കിൽ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ഭരണകൂടത്തിന് ദേശീയ തലത്തിലുള്ള സ്വച്ഛാധിപത്യ ഭരണകൂടമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സന്ധി ഉണ്ടോ? സത്യത്തിലുണ്ടെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ? അയ്യപ്പ സേവാ സംഗമത്തിൽ മുഖ്യാതിഥിയായിട്ട് യോഗി ആദിത്യനാഥിനെ വിളിക്കുന്നു. അദ്ദേഹം വന്നില്ലെങ്കിൽ പോലും ഇപ്പൊ തൃശ്ശൂരിൽ, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്ന ഒരാളാണ്, യുവജനോത്സവ പന്തലിൽ ഒരു വേദിയുടെ പേര് BJP-കാരുടെ നിർബന്ധത്തിന് വിധേയമായി താമര എന്ന് വേദിക്ക് പേരിടുന്നു. തൃശ്ശൂരിൽ ഇവിടെ നടന്ന ബന്ധത്തെക്കുറിച്ച് ഇടതുപക്ഷം അടക്കം സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നതിലേക്ക് നയിച്ച സാഹചര്യങ്ങളെ കുറിച്ച് അവിടുത്തെ ഇടതുപക്ഷ നേതാക്കൾ, CPI-യുടെ നേതാക്കൾ അടക്കം വിമർശനം ഉന്നയിക്കുന്നു. PM ശ്രീ പോലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു കാവ്യവൽക്കരണ പദ്ധതിയെ നമ്മുടെ സ്കൂളുകളിലേക്ക് ആരും അറിയാതെ ഒളിച്ചു കിടന്നു. അപ്പം ഇത് കേരളത്തിലെ സർക്കാർ ഈ മോദി സർക്കാരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യമായ ബാന്ധവം ഓൾറെഡി സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് കരുതുന്നുണ്ടോ? ഈ രണ്ട് ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് SIR-യുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. SIR-ന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് ഇപ്പം 2 വഴികൾ ഞങ്ങൾ നേടുന്നുണ്ട്. ഒന്ന് നിയമത്തിൻ്റെ വഴികൾ തന്നെയാണ്. ബേസിക്കലായിട്ട് അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ജനങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങൾക്കെതിരെയുള്ള കടന്നുകൾ. ഇപ്പം നമ്മൾ ഏറ്റവും ഒടുവിൽ ഇപ്പം ചെയ്യാൻ വേണ്ടി പോകുന്നത് സുപ്രീം കോടതിയെ വീണ്ടും സമീപിക്കാൻ തീരുമാനിച്ചതാണ്. വോട്ടവകാശം എന്നുള്ളത് വോട്ട് ഈസ് എ റൈറ്റ് ഫോർ എ സിറ്റിസൺ. അപ്പോൾ അത് ഭരണഘടന പ്രദാനം ചെയ്യുന്ന ഒരു അവകാശമാണ്. അത് നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് പ്രതിപക്ഷ കക്ഷികളുമുണ്ട്. SIR-നെതിരായിട്ടുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഇതൊരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആക്കേണ്ടത് താങ്കൾ പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും ശരിയാണ്. ഞങ്ങൾ ഇപ്പോൾ SIR നടക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ജാഗ്രതയോടെ കണ്ണിലെണ്ണയൊഴിച്ചിരിക്കുകയാണ്. വോട്ട് നീക്കം ചെയ്യപ്പെടുന്നവരുടെ എന്താണ് സ്വഭാവമെന്ന് മനസ്സിലാക്കിയിട്ട് നീക്കം ചെയ്യപ്പെടുന്നത് നിയമവിരുദ്ധമായിട്ടാണ് നീക്കം ചെയ്യപ്പെടുന്നതെങ്കിൽ അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭം ഓരോ പ്രാദേശിക തലങ്ങളിൽ സംഘടിപ്പിക്കാൻ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന പരിപാടിയാണ്. ഞങ്ങൾ SIR-ന്റെ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് അതിൽ നീക്കം ചെയ്യപ്പെടുന്നവരെ അവരിപ്പം പറയുന്ന രീതി അനുസരിച്ച് ഉൾപ്പെടുത്താൻ എന്തൊക്കെ പറ്റുമോ അത് പരിശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അപകടാവസ്ഥ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ജാഗ്രതയോടുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം താങ്കൾ പറഞ്ഞത്, താങ്കൾ തന്നെ ഉത്തരവും പറഞ്ഞിട്ടുണ്ട് ചോദ്യത്തിന്. അത് കൊച്ചു കാര്യമാണെങ്കിൽ പോലും യുവജനോത്സവത്തിൻ്റെ കാര്യമായാലും PMC-യുടെ കാര്യമായാലും ലേബർ കോർട്ടിൻ്റെ കാര്യമായാലും ഇത് ഞങ്ങൾ പറഞ്ഞതല്ലല്ലോ. PMC-യിലെ ഒപ്പുവെക്കാനുള്ള ചേതോവികാരം ക്യാബിനറ്റ് പോലും അറിയാതെ ക്യാബിനറ്റിലെ CPI മന്ത്രിമാർ പുറത്ത് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, CPI പാർട്ടി പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പോലും അറിയാതെ PMC-യിൽ ഒപ്പുവെക്കാൻ, ഡൽഹിയിൽ പോയി ഒപ്പുവെക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ച വികാരം എന്തായിരുന്നു? അതിന് ഉത്തരം ഇതുവരെ CPM പറഞ്ഞിട്ടുണ്ട്. 2 തവണ കേന്ദ്രത്തിൽ പോയി മന്ത്രിമാരെ കാണുന്നത് തെറ്റായ കാര്യമൊന്നുമല്ല.
പക്ഷെ മന്ത്രിമാരെ കാണാൻ തിരഞ്ഞെടുക്കുന്നത് അവരുടെ ഔദ്യോഗിക ഓഫീസിന് പകരം അവരുടെ വീടുകളിലാക്കാൻ തീരുമാനിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഉദ്യോഗസ്ഥന്മാരില്ലാതെ മന്ത്രിമാരുമായിട്ടുള്ള ചർച്ച എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എണ്ണി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാന്ധവം എത്ര ഞാൻ അവിടെ വീണ്ടും പറയാണ്, ഇത് കമ്മ്യൂണിസ്റ്റ് ചെങ്കുടി പിടിക്കുന്ന ആ ചെങ്കുടി എൻ്റെ ഏറ്റവും വലിയ വികാരമാണെന്ന് ചിന്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ BJPയുടെ സാധാരണ പ്രവർത്തനം അറിഞ്ഞുകൊണ്ടുള്ള ബാന്ധവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവനെ ചതിക്കുന്ന ഒരു ബാന്ധവത്തിൻ്റെ അരങ്ങൊരുക്കലാണ് നടക്കുന്നതെന്നാണ് യാഥാർത്ഥ്യം. ഏതായാലും ഈ സംവാദവേദിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീ KC വേണുഗോപാലിന് ഞാൻ ഈ സംഘാടക സമിതിയുടെ പേരിൽ എൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു.